കണ്ണൂർ പാനൂർ ബോംബ് നിർമ്മാണത്തിലെ മുഖ്യ സൂത്രധാരനെ പിടികൂടാതെ പോലീസ്. കുന്നോത്തുപറമ്പ് സ്വദേശി ഷിജാലാണ് ഒളിവിലിടത്. ബോംബ് നിർമ്മാണത്തിൽ 10 പേർ ഉൾപ്പെട്ടതായി പോലീസ്. ഇനി പിടിയിലാകാനുള്ളത് ഷിജാലും അക്ഷിയും. അതേസമയം മരിച്ച ഷെറിന്റെ മൃതദേഹം സംസ്കരിച്ചത് CPM നേതാക്കളുടെ നേതൃത്വത്തിലാണ്. ഷെറിന് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് CPM സംസ്ഥാന നേതൃത്വം പലതവണ ആവർത്തിച്ചിരുന്നു. ഇവരുമായി കണ്ണൂരിൽ നിന്നും KJ ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, CPM പ്രവർത്തകരാണ്, DYFI പ്രവർത്തകരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഷിജാലിനെ അടക്കം പിടികൂടാൻ പോലീസിന് ഇതുവരെയും സാധിക്കാത്തത് പോലീസിന്റെ ഒരു അറിഞ്ഞുകൊണ്ടുള്ള അല്ലെങ്കിൽ CPM സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് എന്നുള്ള വിമർശനം തന്നെയാണ് ശക്തമാകുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ നിലപാടും ഇത് തരത്തിലാണ്. തീർച്ചയായും KP, കണ്ണൂർ പാനൂരിൽ ഈ ബോംബ് സ്ഫോടനം നടന്നിട്ട് നിർമ്മാണത്തിനിടയിൽ ബോംബ് പൊട്ടിത്തെറിച്ചിട്ട് ഇന്ന് 3 ദിവസം കഴിയുകയാണ്. എന്നാൽ ഇതിലെ മുഖ്യ പ്രതിയായ ഷിജാലിനെ കണ്ടെത്താൻ നിലവിൽ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഷിജാലും അതോടൊപ്പം തന്നെ പരിക്കേറ്റ് നിലവിൽ ചികിത്സയിലുള്ള വിനീഷുമായാണ് ഇത്തരത്തിൽ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിന് നേതൃത്വം നൽകിയത്. ഇവർ ഈ ഷിജാലിനെ പിടികൂടിയാൽ മാത്രമേ ഈ ബോംബ് നിർമ്മാണം എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് ഈ ബോംബ് നിർമ്മിച്ചത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇനി പോലീസിന് കണ്ടെത്താൻ കഴിയൂ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 10 പ്രതികളുണ്ടെന്ന് പോലീസ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നു. നിലവിൽ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടു. 3 പേർ സംസ്ഥാനത്തിന്റെ വിവിധ ആശുപത്രിയിൽ കോഴിക്കോടും കണ്ണൂരിലുമായി ചികിത്സയിലാണ്. ഇനി 2 പേരാണ് പിടികൂടാനുള്ളത്. കുന്നോത്തുപറമ്പ് സ്വദേശി ഷിജാലും അതോടൊപ്പം തന്നെ അക്ഷയുമാണ് പിടികൂടാനുള്ളത്. ഈ ഷിജാലിനെ പിടികൂടിയാൽ മാത്രമായിരിക്കും ഈ കേസിലെ പല നിർണായക വിവരങ്ങളും ശ്രീജിത്ത് തുടരാം. ഇപ്പോൾ ശ്രീ P ജയരാജൻ CPM നേതാവ് നമ്മളൊപ്പം ചേരുകയാണ്. ശ്രീ P ജയരാജൻ, ഈ കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണത്തിൽ CPMന് പങ്കില്ല എന്നാണ് നേതൃത്വം ആദ്യം വ്യക്തമാക്കിയതിന്. പക്ഷേ പിടിയിലായവരൊക്കെയും ഇപ്പോൾ CPM പ്രവർത്തകരാണ്. പക്ഷേ മുഖ്യപ്രതി ഇതുവരെയും പോലീസിന് പിടികൂടാനും സാധിച്ചിട്ടില്ല. എങ്ങനെയാണ് CPM ഇതിനെ നോക്കിക്കാണുന്നത്, പ്രതികരിക്കുന്നത്? ഹലോ, P ജയരാജൻ കേൾക്കാമെങ്കിൽ ഈ പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനത്തിൽ എന്താണ് CPMന് പറയാനുള്ളത്? അതായത് CPM ആദ്യം പറഞ്ഞതും ഇപ്പൊ പറയുന്നതും നാളെ പറയാൻ വേണ്ടി പോകുന്നതും എല്ലാം ഒരേ നിലയിലുള്ള സ്റ്റേറ്റ്മെന്റാണ്. അതെ, അതായത് ഞങ്ങൾക്ക് ആ സ്ഫോടനത്തിൽ പരിക്കേറ്റവരുമായി യാതൊരു ബന്ധവുമില്ല. നേരത്തെ CPMന്റെ പ്രവർത്തകന്മാരെ ആക്രമിച്ചു, ഞങ്ങളൊരു പഞ്ചായത്ത് മെമ്പറുടെ വീട് ആക്രമിച്ചു. അതേ തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടൊരു സംഘമാണ് അവിടെ ഈ ബോംബുണ്ടാക്കിയത്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് CPMന് അങ്ങനെ ബോംബുണ്ടാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല അവർ CPM പ്രവർത്തകരാണെന്നാണ് നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അല്ല, ശ്രീ P ജയരാജൻ ഒന്ന് ഇടപെടുകയാണ്. ഈ മരിച്ച ഷെറിന് ഈ CPMമായി ബന്ധമില്ല എന്നാണ് നേതൃത്വം ആദ്യഘട്ടം മുതൽ തന്നെ പറഞ്ഞത്. പക്ഷേ മൃതദേഹം ഈ സംസ്കാര ചടങ്ങിൽ ഒട്ടേറെ CPM നേതാക്കളാണ് പങ്കെടുത്തത്. ഇവിടുത്തെ MLA KP മോഹൻ അടക്കം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും KP മോഹൻ MLA അവിടുത്തെ MLA അല്ലേ? ഒരു ജനപ്രതിനിധി എന്ന നിലക്ക് ഒരു മരിച്ച വീട് സന്ദർശിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മാത്രമല്ല, ഈ മരിച്ച ചെറുപ്പക്കാരന്റെ ഈ കൃത്യത്തിനോട് വിയോജിക്കുന്നവരും അവിടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. കാരണം ആ മരണമാണ് നടന്നത്, ജീവനാണ് നഷ്ടപ്പെട്ടത്, ദൗർഭാഗ്യകരമായിട്ട് സംഭവമാണ്. അപ്പൊ അവർക്ക് അച്ഛനും അമ്മയും ഉണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. അപ്പൊ അവരെ സന്ദർശിച്ച് അനുശോചനം അറിയിക്കുക എന്നത് MLA എന്ന നിലക്ക് KP മോഹന്റെ ഉത്തരവാദിത്തമാണ്. അല്ല, MLA എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ആ തരത്തിലായിരിക്കാം. അവിടെ CPM തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM നേതാക്കളും പ്രവർത്തകരും അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. CPM നേതാക്കന്മാരും പ്രവർത്തകന്മാരും ആ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തില്ല എന്ന് ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. മാതൃഭൂമി പത്രം CPMന്റെ മുഖപത്രം അല്ലല്ലോ. ഇന്നത്തെ മാതൃഭൂമി പത്രം ഞാൻ വായിച്ചു. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് CPMന്റെ പ്രാദേശിക നേതാക്കന്മാരും പ്രവർത്തകന്മാരും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല, മൃതദേഹത്തിൽ പാർട്ടി പ്രവർത്തകന്മാർ സാധാരണ നടത്തുന്ന ആദരാഞ്ജലി അർപ്പിച്ചിട്ടില്ല എന്ന കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട്. KP മോഹൻ MLA സന്ദർശിച്ചതും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജനപ്രതിനിധിയാണ്, ജനപ്രതിനിധി എന്ന നിലക്ക് പോവാം. ഇനി CPM പ്രവർത്തകന്മാര് ആ മരിച്ച വീട്ടിൽ പോകാൻ പാടില്ല എന്ന് ഞങ്ങളെ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. കാരണം മരിച്ച വീടാണല്ലോ. ആ മരിച്ചവരുടെ ബന്ധുക്കളായിട്ടുള്ള ഒട്ടേറെ CPM പ്രവർത്തകരുണ്ടാവും, ഇടതുപക്ഷ അനുഭാവികളുണ്ടാവും, ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകന്മാരുണ്ടാവും. അവർ പോകുന്നതിനൊന്നും ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ അതേസമയം CPMന്റെ ആളുകൾക്ക്
ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഇപ്പോഴുമുണ്ട്. യെസ്, ശ്രീ പി ജയരാജൻ 2015 തോന്നുന്നു, 2015 കോവളല്ലൂർ എന്നുള്ള സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളുണ്ടായി. അപ്പോഴും CPM പ്രവർത്തകരല്ല എന്ന രീതിയിൽ തന്നെയാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയത്. പക്ഷേ പിന്നീട് CPM ആണ് ഇതിന്റെ പിന്നിൽ, DYFI പ്രവർത്തകരാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞിരുന്നല്ലോ. അതിനെ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ CPM-നും ഇടതുപക്ഷത്തിനും നേരത്തെയുള്ള നിലപാട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ശ്രീ പി ജയരാജൻ, ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ കുന്നോത്തുപറമ്പ് സ്വദേശി ഷിജാൽ അടക്കം ഇപ്പോൾ ഒളിവിലാണുള്ളത്. ബോംബ് നിർമ്മാണത്തിൽ 10 പേർ ഉൾപ്പെട്ടതായി പോലീസിന്റെ അന്വേഷണം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷണം സുതാര്യമായി നടക്കും, ഈ മുഖ്യപ്രതികളൊക്കെയും പിടികൂടുമെന്ന് തന്നെയാണ് താങ്കൾ വിശ്വസിക്കപ്പെടുന്നത്, അല്ലേ? തീർച്ചയായിട്ടും എല്ലാവരും പിടികൂടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പോലീസ് സമഗ്രമായി അന്വേഷിച്ച് ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ബോംബ് നിർമ്മിച്ച വീട് ഒരു BJP പ്രവർത്തകന്റെ വീടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ BJP പ്രവർത്തകരാണ് മാധ്യമങ്ങളോട് പറയുന്നത് ഈ പരിക്കേറ്റവർ CPM പ്രവർത്തകരാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. അപ്പൊ BJP പ്രവർത്തകന്റെ വീട്ടിൽ വെച്ച് ഈ ബോംബ് എങ്ങനെ നിർമ്മിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ സമഗ്രമായി അന്വേഷിച്ച് പോലീസ് വെളിക്ക് കൊണ്ടുവരട്ടെ, നിയമത്തിന്റെ മുമ്പിൽ അവരെല്ലാം ശിക്ഷിക്കപ്പെടട്ടെ എന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ശ്രീ പി ജയരാജൻ, ഇവിടെ ഈ CPM പ്രവർത്തകരാണ്, CPM ആണ് ഇതിന് പിന്നിൽ ഒത്താശ ചെയ്യുന്നത് എന്നുള്ള വിമർശനം ഉണ്ടാകുന്നു ഇപ്പോൾ. പക്ഷേ താങ്കൾ പറയുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തകരല്ല എന്ന്. പക്ഷേ സുതാര്യമായ ഒരു അന്വേഷണം അതുകൊണ്ട് തന്നെ CPM സ്വാഗതം ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും സുതാര്യമായിട്ട് അന്വേഷണം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ബോംബുണ്ടാക്കുന്നു, ആക്രമിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടല്ലോ. പണ്ട് കണ്ണൂർ DCC ഓഫീസിൽ 3 തരം ബോംബുണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് DCC സെക്രട്ടറി തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ കൊല ചെയ്യപ്പെട്ടവരിൽ കോൺഗ്രസ്സുകാരുണ്ട്, അതുപോലെ ബോംബുണ്ടാക്കുന്നവരെ കൊല ചെയ്യപ്പെട്ടവരിൽ BJP-ക്കാരുമുണ്ട്. അപ്പോ അത് സംബന്ധിച്ച് എല്ലാവരും നല്ല മാലാഖ ചമഞ്ഞുകൊണ്ട് ഇപ്പോ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF-നെതിരായി ഇങ്ങനെ ഒരു വാർത്ത ചമച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. സോറി, ഞാനിപ്പോ ഒരു മീറ്റിംഗിലാണുള്ളത്, ജനൻ TV-യിൽ നിന്നായതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്തതാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ പി ജയരാജൻ ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും പി ജയരാജൻ സൂചിപ്പിച്ചത് ഈ പാർട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ആവർത്തിച്ച ന്യായീകരണം തന്നെയാണ്. പക്ഷേ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിലടക്കം CPM പ്രവർത്തകർ പങ്കെടുത്തു. ഇടതുപക്ഷ അംഗമായ LDF അംഗമായ KP മോഹനൻ പങ്കെടുത്തു. ഈ ഒരു ചോദ്യമാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിൽ കൃത്യമായ ഉത്തരവും പി ജയരാജൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.